ഹലോ, അപ്പോൾ നമ്മൾ പോയ ട്രിപ്പിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഷോർട്ടായിട്ട് തന്നെ പറയാൻ കരുതണം കേട്ടോ. അപ്പോൾ നമ്മൾ പോയ തെന്നൽ 2K26 എൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. പ്രത്യേക ഒരു താങ്ക്സ് ഞങ്ങൾ സാറിന് പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ഉച്ചഭക്ഷണം നമുക്ക് അവിടെ നിന്നാണ് കേട്ടോ, സെൽവയിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 2:30 സമയമൊക്കെ ആയി നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. കണ്ട സിസ്റ്റർ വളയൊക്കെ ഇട്ടുകൊടുത്ത് റെഡിയാക്കി നിർത്തുകയാണ് കേട്ടോ. കണ്ട എല്ലാവരും നല്ല മൊഞ്ചത്തി ആളായിരിക്കണേ. എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ എന്താണെങ്കിലും നല്ല അടിപൊളിയായി. അടച്ചോൻ ഇതിൻ്റെ 110 വാട്ടിൻ്റെ ചിരിയൊന്നും കണക്കാക്കണ്ട കേട്ടോ. ബസ് കയറി ഛർദിയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ 3 പേർക്ക് അസൈൻ ചെയ്ത് തന്നത് ഇതാ ഇരിക്കണ വാക്കർമ്മ പിടിച്ചിരിക്കണ ശാന്തമ്മയാണ് കേട്ടോ. ശാന്തമ്മ വാക്കർമ്മ നടക്കണതായതുകൊണ്ട് ഞങ്ങൾ വാക്കറമ്മ എന്ന് പേരിട്ടു. കണ്ടോ, ഞങ്ങൾ ഈ ശാന്തമ്മനെ നോക്കണം എന്നാണ് ഇപ്പോൾ സാറ് വിളിച്ച് പറഞ്ഞത് കേട്ടോ. ഇവിടെ 63 ഇൻമേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി ഒന്നും വന്നിട്ടില്ല കേട്ടോ. ബെഡ് റിട്ടേൺ ആയിട്ടില്ലവരും വരാൻ ഇഷ്ടമില്ലാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ ട്രിപ്പൊക്കെ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെയാണ് കൊണ്ടുപോകുന്നത്. ഇവരൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നല്ല സെറ്റപ്പിൽ തന്നെ കൊണ്ടുപോയി ഓരോ മാക്സിമം നമ്മൾ സന്തോഷിപ്പിച്ചിരിക്കണം കേട്ടോ. അന്നേ ദിവസം നമുക്ക് കിട്ടിയ ആളുകളുടെ A to Z കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം കേട്ടോ. സാറ് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ എന്ത് കളി കളിച്ചാലും നമ്മളെ കുട്ടികളെ ശരിക്കും നോക്കണേ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഭംഗിയായി പൂർത്തിയാക്കിയിരിക്കണം കേട്ടോ. സാറ് പറഞ്ഞത് നമ്മളെ ടൂറല്ല ഇതുപോലെ ടൂറാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തളർത്തി. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ തളരാത്ത ആളുകളായതുകൊണ്ട് ട്രിപ്പിനെ അങ്ങോട്ട് ഉഷാറാക്കി നമ്മൾ കേട്ടോ. സാറ് ഓരോ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സാറ് നമ്മളെ വൈബിനൊത്ത സെറ്റാണ് സാറ് കേട്ടോ. പിന്നെ അവിടെ എത്തിയിട്ടുള്ള വിശേഷം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. പിന്നെ ഞങ്ങളെ യൂണിഫോം എങ്ങനെയുണ്ട് ഗൈസ്? പിന്നെ ഈ പാട്ടുകളൊക്കെ എന്താണെന്ന് വെച്ചാലേ നമ്മൾ ഓരോ വേണ്ടി കൺസിഡർ ചെയ്യുക. അവർക്കൊന്നും അധികം ചിലവർക്കൊന്നും സൗണ്ടൊന്നും പറ്റണില്ല. അപ്പോൾ ബാക്കി നാളെ.